അല്ല ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഐട്യൂൺസ് നമുക്ക് എങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. ഐട്യൂൺസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആപ്പിളിൻ്റെ ഫോൺസിൻ്റെ അകത്ത് നമുക്ക് ഡേറ്റ ട്രാൻസ്ഫറും ബാക്കപ്പും പിന്നെ ആപ്പിളിൻ്റെ ഫോൺസ് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. നമുക്ക് അത് ആപ്പിളിൻ്റെ സ്റ്റോറായിട്ട് സിങ്ക് ചെയ്യാനും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഓൺലൈൻ ചെന്നിട്ട് ഐട്യൂൺസ് നിങ്ങൾക്ക് ഇപ്പം ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുക. ഓക്കെ, അതിനകത്ത് സിസ്റ്റം ടൈപ്പ് ഏത് ബിറ്റ് സോഫ്റ്റ്വെയർ ആണെന്ന് നോക്കണം. ഇപ്പം 64 ബിറ്റ് ആണെങ്കിൽ നിങ്ങൾ 64 ബിറ്റിൻ്റെ തന്നെ ഐട്യൂൺസ് ഡൗൺലോഡ് ചെയ്യുക. 32 ബിറ്റ് ആണെങ്കിൽ നിങ്ങൾ 32 ബിറ്റിൻ്റെ മാത്രം ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് വർക്ക് ആവത്തില്ല. ഓക്കെ, നിങ്ങൾ ആദ്യം ഫസ്റ്റ് ചെയ്യലെന്ന് വെച്ചാൽ ക്രോമിൽ ചെന്നിട്ട് ഐട്യൂൺസ് ഇപ്പോൾ എൻ്റെ 64 ബിറ്റാണ്, അതുകൊണ്ട് ഞാൻ 64 ബിറ്റ് ഫോർ ഫ്രീ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ സെർച്ച് ചെയ്യുക, ഏതെങ്കിലും സൈറ്റിൽ കയറുക. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽ ഹിപ്പോ എന്ന് പറയുന്ന സൈറ്റാണ്. അതിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഡൗൺലോഡ് ലേറ്റസ്റ്റ് വേർഷൻ കൊടുക്കുക. നോ താങ്ക്സ്, കണ്ടിന്യൂ കൊടുക്കുക. ഡൗൺലോഡ് കൊടുക്കുക, കീപ്പ് കൊടുക്കുക. കീപ്പ് കൊടുക്കുമ്പോൾ നിങ്ങൾക്കത് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഓൾറെഡി അത് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഓക്കെ, ഇതിപ്പം ഡൗൺലോഡ് ഫയലാണ്. ചെന്നിട്ട് നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്യുക ആ ഒരു സൈറ്റ്, ആദ്യം ഇനിഷ്യലൈസേഷൻ തുടങ്ങുന്നതായിരിക്കും. നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്കിപ്പം ഡയറക്ടറി CNA വേണോ അല്ല വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഇത് മാറ്റി കൊടുക്കുക. അതിനിവിടെ ചേഞ്ച് കൊടുത്താൽ മതി. ഓക്കെ, ഇൻസ്റ്റാൾ കൊടുക്കുക. ഒരു പോപ്പപ്പ് വരും, യെസ് കൊടുക്കുക അതിന്. ഓക്കെ, ഇനി നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ സ്പീഡാണൊക്കെ ഇരിക്കും, ചിലപ്പോൾ കുറച്ച് നേരം കൂടെ എടുക്കും. ഇതിപ്പോൾ എളുപ്പമൊന്നും തീരുന്നതായിരിക്കും. ഇപ്പം ഡ്യുവൽ കോർ അങ്ങനെയുള്ള സിസ്റ്റമൊക്കെയാണ്. ഡ്യുവൽ കോർ ഒരു 4 GB റാം 2 GB റാമൊക്കെ ആണെങ്കിൽ ഇതിലും സമയമെടുക്കും. അതുകൊണ്ട് കുറച്ച് നേരം കോപ്പിംഗ് ഫയലും ഇനിഷ്യലൈസിങ്ങും എല്ലാം കുറച്ച് നേരം എടുക്കും. വെയിറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനിടയ്ക്ക് ഇതിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പം നിങ്ങൾക്ക് ഒരു വട്ടം കൂടെ പോപ്പപ്പ് ഓണായി വരുന്നതാണ്. യെസ് കൊടുക്കുക. ഓക്കെ, ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഓക്കെ, ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ നമ്മൾ ഫിനിഷ് കൊടുക്കുക. സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, വെയിറ്റ് ചെയ്യാം, നമുക്ക് റീസ്റ്റാർട്ട് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, റീസ്റ്റാർട്ട് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, റീസ്റ്റാർട്ട് ആയതിനു ശേഷം നിങ്ങൾ ഐട്യൂൺസ് ഓപ്പൺ ചെയ്യുക. എഗ്രി കൊടുക്കുക. കുറച്ച് നേരം എടുക്കുക, അത് ഇനിഷ്യലൈസ് ആയി. ഓക്കെ, വെൽക്കം കൊടുക്കുക, എഗ്രി കൊടുക്കുക. ഓക്കെ, എന്നാലും നിങ്ങൾക്കിപ്പം ഏറ്റവും പുതിയ വേർഷൻ ഐട്യൂൺസ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് കൊടുക്കുക. അഥവാ വേണ്ടെങ്കിൽ നിങ്ങൾ ക്യാൻസൽ കൊടുത്താലും മതി. പിന്നെ നിങ്ങൾക്ക് രണ്ടാമത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ അകത്ത് സെറ്റിങ്സിൽ ചെന്നിട്ട് ആപ്പിൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൽ ചെന്നിട്ട്
ചെന്നിട്ട് നിങ്ങൾ നോക്കുക ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഓരോ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് 2-3 ഓപ്ഷൻ ചിലപ്പം കാണും. ചിലപ്പം വേറെ എന്തിൻ്റെ ആഡ് ഓൺസോ എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഡ്രൈവേഴ്സോ എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് യെസ് കൊടുക്കുക. യെസ് കൊടുക്കാം, നിങ്ങൾക്ക് തന്നെയായിട്ട് ഇത് ഡൗൺലോഡായിട്ട് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ ഇതിൻ്റെ ഐട്യൂൺസിൻ്റെ 32 ബിറ്റും 64 ബിറ്റും ഉണ്ട്. രണ്ടിൻ്റെയും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, 32 ബിറ്റ് ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.